ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഡോമിനൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോഡോമിനൻസ് ആണെങ്കിലും ഒന്നും മെന്റലിന്റെ പ്രിൻസിപ്പിൾസ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് കോഡോമിനൻസ് എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ കണ്ടതുപോലെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലീൽസ് ഒരുമിച്ച് വരുന്ന സമയത്ത് ആ രണ്ട് അല്ലീൽസിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ എക്സ്പ്രസ് ആവുക. രണ്ട് ഡിഫറെന്റ് അല്ലീൽസിന്റെയും ക്യാരക്ടേഴ്സ് ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതൊരു എക്സാമ്പിളിലൂടെ തന്നെ പഠിക്കാം. നമ്മളെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്, അതായത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് പ്രകാരമാണ് നമുക്ക് എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ O ഗ്രൂപ്പ്, ഇങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് തരംതിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിനാണ് ABO ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ABO ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഐ ജീൻ. ഈ ഐ ജീൻ എന്ന് പറയുന്ന ഈ ജീനിന് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലീൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ അല്ലീൽസ് എന്ന് ചോദിച്ചാൽ IA എന്ന് പറയുന്ന ഒരു അല്ലീൽ ഉണ്ട്, IB എന്ന് പറയുന്ന ഒരു അല്ലീൽ ഉണ്ട്, ആൻഡ് സ്മോൾ I എന്ന് പറയുന്ന ഒരു അല്ലീലും ഉണ്ട്. അതിന്റെ അകത്ത് IA ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്കിൽ IA എന്ന് പറഞ്ഞ അല്ലീൽ എക്സ്പ്രസ് ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാല് RBCയുടെ മുകളിൽ ഒരു ആന്റിജൻ ഉണ്ടാവും. ഓക്കെ, A എന്ന് പറയുന്ന ഒരു ആന്റിജൻ ഉണ്ടാവും. ഇത് ആന്റിജൻ എന്ന് പറഞ്ഞാല് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവാൻ കാരണമാവുന്ന എന്തിനേയും നമ്മൾ ആന്റിജൻ എന്നാ വിളിക്കുക. ഈ ആന്റിജൻ എന്ന് പറയുന്നത് ഒരു ഷുഗർ കൊണ്ട് ഉണ്ടാക്കിയ ആന്റിജൻ ആണ്, ഒരു ഷുഗർ ആണ് അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ പറയും. ഓക്കെ, അപ്പം A ആന്റിജൻ RBCയുടെ മുകളിൽ ഉണ്ടാവും. A ആന്റിജൻ RBCയുടെ മുകളിൽ ഉണ്ട് എങ്കിൽ ആ ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ A ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അപ്പം IA എന്ന് പറഞ്ഞ അല്ലീൽ എക്സ്പ്രസ് ചെയ്താല് A ഗ്രൂപ്പ് ആണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത അല്ലീലായിട്ടുള്ള IB ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ RBCയുടെ മുകളിൽ ഉണ്ടാവുക മറ്റൊരു ടൈപ്പ് ആന്റിജൻ ആണ്. ഈ ആന്റിജന്റെ പേരാണ് B ആന്റിജൻ. ഓക്കെ, അപ്പം A ആന്റിജന് IA ആണെങ്കിൽ A ആന്റിജൻ ഉണ്ടാവും, IB ആണെന്നുണ്ടെങ്കിൽ B ആന്റിജനും ഉണ്ടായിരിക്കും. സോ എന്താ ഈ ഞാനിപ്പോ വരച്ച B ആന്റിജൻ അല്ലേ? അപ്പൊ ഞാൻ ഈ വരച്ചത് ഇവിടെ B ആന്റിജൻ ആണ്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? IB ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? B ഗ്രൂപ്പുകാരനായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഒരു അല്ലീലും കൂടിയാണല്ലോ ഉള്ളത്. ഏതാണ്? സ്മോൾ I ആണുള്ളത് അല്ലെ? സ്മോൾ I ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്കിൽ അയാളുടെ RBCയുടെ മുകളിൽ ഒരു ആന്റിജനും തന്നെ ഉണ്ടാവില്ല. അപ്പൊ സ്മോൾ I ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ആന്റിജനും ഉണ്ടാവില്ല. ഒരു ആന്റിജനും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ O ഗ്രൂപ്പ് എന്ന് വിളിക്കുക. O ഗ്രൂപ്പ്. സോ IA ആണെന്നുണ്ടെങ്കിൽ A ഗ്രൂപ്പുകാരനായിരിക്കും, IB ആണെന്നുണ്ടെങ്കിൽ B ഗ്രൂപ്പുകാരനായിരിക്കും. സ്മോൾ I അല്ലീലാണ് ഉള്ളത് എങ്കിൽ ഒരു ആന്റിജനും ഇല്ലാത്തതുകൊണ്ട് O ഗ്രൂപ്പുകാരനായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഏതൊരു ഇൻഡിവിജ്വലിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്, ശരിയല്ലേ? അപ്പോ ഏതൊരു ഇൻഡിവിജ്വലിന്റെ അകത്തും 2 അല്ലീലാണ് ഉണ്ടാവുക. അത് ചിലപ്പം സെയിം ആയിരിക്കാം, ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. എന്തായാലും 2 അല്ലീൽസ് ആണ് ഉണ്ടാവുക. ഏതൊരു ജീനിന്റെയും 2 കോപ്പീസ് ആണ് ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഇൻഡിവിജ്വൽസിനെയാണ് ഞാൻ ഇനി ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇൻഡിവിജ്വൽസിനെ, വരാൻ സാധ്യതയുള്ള ഇൻഡിവിജ്വൽസിനെയാണ് എഴുതുന്നത്. നോക്കെ, IA എന്ന് പറയുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, ശരിയല്ലേ? അയാൾക്ക് ഏത് ഗ്രൂപ്പുകാരനായിരിക്കും? അയാള് A ഗ്രൂപ്പുകാരനായിരിക്കും, ശരിയാണല്ലോ. അയാള് A ഗ്രൂപ്പുകാരനാണ്. ഇനി IA സ്മോൾ I എന്ന് പറയുന്ന ആള് ഏത് ഗ്രൂപ്പുകാരനാണെന്ന് അറിയോ? അയാളും A ഗ്രൂപ്പുകാരനാണ്. നോക്ക്, IA is completely dominant over small I. So അയാള് എന്ത് ഗ്രൂപ്പുകാരനാണ്? അയാള് A ഗ്രൂപ്പുകാരനാണ്. അപ്പൊ ഒരാളുടെ A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഒരാളുടെ ഫീനോടൈപ്പ് എങ്കിൽ അയാളുടെ ജീനോടൈപ്പ് IA ആവാം, അല്ലെങ്കിൽ IA സ്മോൾ I ആവാം. ക്ലിയർ ആണല്ലോ. അതുപോലെ IB ആണ് ഒരാൾക്ക് വരുന്നത് എങ്കിൽ അയാൾ എന്ത് ഗ്രൂപ്പുകാരനാണ്? അയാള് B ഗ്രൂപ്പുകാരനാണ്.
ഇനി അതുപോലെ തന്നെ IB സ്മോൾ ഐ ആണ് വരുന്നത് എങ്കിൽ അയാളും എന്ത് ഗ്രൂപ്പുകാരൻ തന്നെയാണ്? ബി ബ്ലഡ് ഗ്രൂപ്പുകാരനാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ? ഇവിടെ IB ഈസ് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ഐ. നേരത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? IA ഈസ് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ഐ ആയിരുന്നു. ശരിയല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടതില് എവിടെയും കോഡോമിനൻസ് കാണിച്ചിട്ടില്ല. ഇനി നോക്ക്, ഇനി ഞാൻ കോഡോമിനൻസ് കാണിക്കുന്ന സ്ഥലമാണ് പറയുന്നത്. IA IB ഒരുമിച്ച് വരുമ്പോ, IA IB ഒരുമിച്ച് വരുന്ന സമയത്ത് IA IB ഒരുമിച്ച് വന്നാൽ നോക്ക്, IA വന്നാല് A ആന്റിജൻ ഉണ്ടാവും, IB വന്നാല് B ആന്റിജൻ ഉണ്ടാവും. IA IB വരുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ അകത്ത് എന്താ ഉണ്ടാവുക എന്നറിയോ? A ആന്റിജനും ഉണ്ടായിരിക്കും, A ആന്റിജനും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇത് ഞാൻ വരച്ചത് ഏതാ? A ആന്റിജൻ അല്ലേ? A ആന്റിജൻ ആണ് ഞാൻ ഇവിടെ വരച്ചത്. അതുപോലെ IA എക്സ്പ്രസ് ചെയ്യുമ്പോ A ആന്റിജൻ ഉണ്ടാവും, അതുപോലെ അയാളില് IB എക്സ്പ്രസ് ചെയ്യും, IB എക്സ്പ്രസ് ചെയ്ത അയാളില് B ആന്റിജനും ഉണ്ടാവും. അപ്പൊ അയാളുടെ അകത്ത് A ആന്റിജനും ഉണ്ട് ആൻഡ് B ആന്റിജനും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളാണ് IA IB എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആള്. അപ്പൊ A ആന്റിജനും B ആന്റിജനും ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ AB ഗ്രൂപ്പ് എന്ന് പറയാ. AB ഗ്രൂപ്പ് എന്ന് പറയാ. ക്ലിയർ ആണല്ലോ? IA IB എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ അകത്ത് IAയും എക്സ്പ്രസ് ചെയ്യും, IBയും എക്സ്പ്രസ് ചെയ്യും. ദെൻ ആ ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ AB ഗ്രൂപ്പ് എന്ന് പറയാ. AB ഗ്രൂപ്പ് എന്ന് പറയാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം എന്താ? ഇവിടെയാണ് എന്ത് കാണിക്കുന്നത്? ഇവിടെ മാത്രമാണ് കോഡോമിനൻസ് കാണിക്കുന്നത്. കോഡോമിനൻസ് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ IA IB ഒരു ഇൻഡിവിജ്വലിൽ വരികയാണെങ്കിൽ IAയും എക്സ്പ്രസ് ചെയ്യും, IBയും എക്സ്പ്രസ് ചെയ്യും. A ആന്റിജൻ ഉണ്ടാവും, B ആന്റിജൻ ഉണ്ടാവും. RBCയുടെ മുകളിൽ Aയും Bയും ആന്റിജൻ ഉണ്ടെങ്കിൽ that type of blood group is called AB blood group. ഇനി അടുത്തത് സ്മോൾ ഐ ആണ് വരുന്നത് എങ്കിൽ അയാള് O ഗ്രൂപ്പുകാരനായിരിക്കും. O ഗ്രൂപ്പുകാരനായിരിക്കും. സോ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി. IA വന്നാലും IA സ്മോൾ ഐ വന്നാലും അയാൾ A ഗ്രൂപ്പുകാരനാണ്. സോ IA ഈസ് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ഐ. IB വന്നാലും IB സ്മോൾ ഐ വന്നാലും അയാള് B ഗ്രൂപ്പുകാരനാണ്. അതായത് IB ഈസ് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ഐ. IA IB വരുന്ന സമയത്ത് മാത്രമേ അവിടെ എന്ത് വരുന്നുള്ളൂ? കോഡോമിനൻസ് കാണിക്കുന്നുള്ളൂ. അതായത് IAയും IBയും വരുമ്പം A ആന്റിജനും വരുന്നുണ്ട്, B ആന്റിജനും വരുന്നുണ്ട്. അങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പ് AB ഗ്രൂപ്പ് ആയത്. സോ ഈ ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിനകത്ത് IA IB ഷോസ് കോഡോമിനൻസ്. അപ്പം IA ഈസ് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ഐ, IB ഈസ് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ഐ ആൻഡ് IA ആൻഡ് IB ആർ കോഡോമിനന്റ് അല്ലീൽസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഞാൻ ഇവർ തമ്മിലുള്ള ഒരു ക്രോസും കാണിച്ചു തരാം. സേ ഫോർ എക്സാമ്പിൾ ഞാൻ AB ബ്ലഡ് ഗ്രൂപ്പുകാരനായിട്ടുള്ള ഒരു പുരുഷനെ എടുക്കുകയാണ്, AB ബ്ലഡ് ഗ്രൂപ്പുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ എടുക്കുകയാണ്. അവർക്ക് ഉണ്ടാവുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം AB ഗ്രൂപ്പുകാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീനോടൈപ്പ് എന്തായിരിക്കും? IA IB ആയിരിക്കും. ആൻഡ് ഈ പറയുന്ന ആളും IA IB ആയിരിക്കും. ശരിയാണല്ലോ? അപ്പൊ അയാളുടെ ഗമീറ്റ്സ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. IA എന്ന് പറയുന്ന ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും, അതുപോലെ IB എന്ന് പറയുന്ന ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും. ഇവിടെയും അതുപോലെ IA ഗമീറ്റ് ഉണ്ടാവും, IB ഗമീറ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ഇവരെ ഒന്ന് ക്രോസ് ചെയ്യിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക? ഇവിടെ IA ആണ് വരിക. ഇനി ഇവിടെ എന്താ വരിക? ഇവിടെ IA IB ആണ് വരിക. ഇവിടെയും എന്താ വരിക? ഇവിടെയും IA IB ആണ് വരിക. ഇനി നോക്ക്, ഇനി ഇവിടെ എന്താ വരിക? ഇവിടെ IB IB ആണ് വരിക. ശരിയല്ലേ? നോക്ക്, ഈ IA എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ഗ്രൂപ്പുകാരനാ? A ഗ്രൂപ്പുകാരനാണ്. ഇനി IA IB എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പുകാരനാണ്? AB ഗ്രൂപ്പുകാരനാണ്. ഇനി IB IB എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പുകാരനാണ്? B ഗ്രൂപ്പുകാരനാണ്. ശരിയല്ലേ? അപ്പൊ നോക്കി, AB ഗ്രൂപ്പുകാരനാണ് ഉണ്ടാവുക. ഈ ഉണ്ടാവുന്ന 4 കുട്ടികളില് 50% ആരായിരിക്കും? AB ഗ്രൂപ്പുകാരനായിരിക്കും. 25% ആരായിരിക്കും? A ഗ്രൂപ്പുകാരനായിരിക്കും. 25% ആരായിരിക്കും? B ഗ്രൂപ്പുകാരനായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുപോലെ ക്രോസ് കണ്ടക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറിയണം. അപ്പൊ ഏതൊരു
രണ്ട് ബ്ലഡ് ഗ്രൂപ്പുകാർ തമ്മിലുള്ള ക്രോസിങ്ങിന്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. അതിന്റെ പെർസെൻറ്റേജ് നമുക്ക് അനലൈസ് ചെയ്യാൻ അറിയണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോഡോമിനൻസും ആണ്. അപ്പൊ നമ്മൾ ഡോമിനൻസ് 3 തരത്തിലുണ്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. കംപ്ലീറ്റ് ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആൻഡ് കോ ഡോമിനൻസ്. അപ്പൊ അതെന്താ എന്നുള്ളതും കൂടെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്. നോക്ക്, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് എക്സാമ്പിളിലൂടെ കാര്യം നമ്മൾ മനസ്സിലാക്കാം. A1 എന്ന് പറയുന്ന അല്ലിയിലുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കളർ എന്ന് പറയുന്നത്, ഫീനോടൈപ്പ് എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അതിന്റെ അർത്ഥം ഞാൻ എടുത്തത് A1 എന്ന് പറഞ്ഞ അല്ലിയിൽ കോഡ്സ് ഫോർ വൈറ്റ് കളർ. A2 എന്ന് പറയുന്ന ജീനോടൈപ്പ് ഉള്ള ആളുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ബ്ലൂ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം A2 അല്ലീൽസ് കോഡ്സ് ഫോർ ബ്ലൂ കളർ. ശരിയാണല്ലോ? ഇനി അവർക്ക് ഉണ്ടാവുന്ന കുട്ടി എന്ന് പറയുന്നത് A1 A2 ആണ്. A1 A2 ബ്ലൂ കളർ ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്ത് മാത്രമേ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ? A2 ആണ് എക്സ്പ്രസ് ചെയ്തതെന്നല്ല അതിന്റെ അർത്ഥം. കാരണം A2ന്റെ കളറാണ് ബ്ലൂ കളറ്. സോ നമുക്ക് മനസ്സിലായി A2 ഈസ് ഡോമിനന്റ് ഓവർ A1 എന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ അത് എന്ത് ടൈപ്പ് ഓഫ് ഡോമിനൻസ് ആണ്? ദിസ് ടൈപ്പ് ഓഫ് ഡോമിനൻസ് ഈസ് കോൾഡ് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇനി A2 ഡോമിനന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം A1 എന്ന് പറയുന്നത് റെസസീവ് ആയിട്ടുള്ള അല്ലീലാണ്. നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നേരെ തിരിച്ചെടുത്തു. അടുത്ത എക്സാമ്പിളില് A1 ആണ് ബ്ലൂ കളർ. അപ്പൊ A1 എന്ന് പറയുന്നത് ബ്ലൂ കളർ ആണെന്നുണ്ടെങ്കിൽ A1 എന്ന് പറയുന്ന അല്ലീൽ കോഡ്സ് ഫോർ ബ്ലൂ കളർ. A2 ബ്ലൂ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ A2 കോഡ്സ് ഫോർ വൈറ്റ് കളർ. ഇനി അവർക്ക് ഉണ്ടാവുന്ന കുട്ടി A1 A2 എന്ത് കുട്ടിയാണ്? ബ്ലൂ കളറുള്ള കുട്ടിയാണ് എങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലായി ഇവിടെ A1 മാത്രമേ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ. ആ A1ന്റെ കളറാണ് കുട്ടിക്ക് കിട്ടിയത് എങ്കിൽ A1 ഈസ് ഡോമിനന്റ് ടു A2 എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് എന്ത് ഡോമിനൻസ് ആണ്? ഇതും കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പം A1 ആണ് ഡോമിനന്റ് എങ്കിൽ, കംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ A2 എന്ന് പറയുന്നത് എന്താ? റെസസീവ് അല്ലേ? A2 ഈസ് റെസസീവ് ടു A1 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് കിടക്കാം. അപ്പം A1 എന്ന് പറയുന്നത് ആരാണ്? A1 വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ A1 അല്ലീൽസ് കോഡ്സ് ഫോർ വൈറ്റ് കളർ. A2 ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ A2 അല്ലീൽ കോഡ്സ് ഫോർ ബ്ലൂ കളർ. ശരിയാണല്ലോ? ഇനി ഇവർക്ക് ഉണ്ടാവുന്ന കുട്ടി A1 A2 ആയിട്ടുള്ള കുട്ടി A1ന്റെ ക്യാരക്ടറും കാണിക്കുന്നില്ല, A2ന്റെ ക്യാരക്ടറും കാണിക്കുന്നില്ല. A1 ആയിട്ടുള്ള വൈറ്റും A2 ആയിട്ടുള്ള ബ്ലൂവും കൂടെ ബ്ലെൻഡ് ചെയ്താൽ കിട്ടുന്ന ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് A1 A2 കാണിക്കുന്നത് എങ്കിൽ ഇവിടെ A2ന് A1ന്റെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. തിരിച്ച് A1ന് A2ന്റെ മുകളിലും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് അർത്ഥം. അതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുക. നമ്മൾ എന്താ വിളിക്കുക? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാകണ്ടേ? A1 A2 ആർ ഇൻകംപ്ലീറ്റ്ലി ഡോമിനന്റ് റിലേറ്റീവ് ടു ഈച്ച് അതർ. A1ന് A2ന്റെ മുകളിലോ A2ന് A1ന്റെ മുകളിലോ കംപ്ലീറ്റ് ഡോമിനൻസ് സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A1 വൈറ്റ് ആണെന്ന് പറഞ്ഞാൽ A1 കോഡ്സ് ഫോർ വൈറ്റ് കളർ. A2 ബ്ലൂ ആണെന്ന് പറഞ്ഞാൽ A2 കോഡ്സ് ഫോർ ബ്ലൂ കളർ. ഇനി ഇവർക്ക് ഉണ്ടാവുന്ന കുട്ടി A1 A2 ആണ്. A1 A2 എന്ന് പറഞ്ഞാല് ഈ ഇൻഡിവിജ്വലിന്റെ അകത്ത് A2 എന്ന് പറയുന്ന അല്ലീലിന്റെ ബ്ലൂ കളറും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ A1 എന്ന് പറയുന്ന അല്ലീലിന്റെ വൈറ്റ് കളറും കാണിക്കുന്നുണ്ട്. A1ഉം കാണിക്കുന്നുണ്ട്, A2ന്റെ ക്യാരക്ടറും കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഡോമിനൻസ് ആണ്? ആ ഡോമിനൻസിനെയാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് പറയാ. കോഡോമിനൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് കോഡോമിനൻസ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. A1ഉം A2ഉം ആർ കോഡോമിനന്റ് റിലേറ്റീവ് ടു ഈച്ച് അതർ. A1ഉം A2ഉം ഒരുമിച്ച് ഒരു ഇൻഡിവിജ്വലിൽ വരുന്ന സമയത്ത് A1ഉം എക്സ്പ്രസ് ചെയ്യും, A2ഉം എക്സ്പ്രസ് ചെയ്യും. ഇവിടെ A1ന്റെ വൈറ്റ് കളർ ഉണ്ട്, A2ന്റെ ബ്ലൂ കളർ ഉണ്ട്. അപ്പം എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോഡോമിനൻസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹോമോസൈഗസ് പാരന്റിന്റെ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആണ് കുട്ടി എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താണ് കോഡോമിനൻസ് എന്ന് പറഞ്ഞാല്? കോഡോമിനൻസ് രണ്ട് ഹോമോസൈഗസ് പാരന്റിന്റെയും രണ്ടാളുടെ ക്യാരക്ടേഴ്സും ഒരുമിച്ച് എക്സ്പ്രസ് ആവുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് പറയാം.
ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ വേറൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞു കോഡോമിനൻസിന്റെ അകത്ത് നമ്മൾ എടുത്ത എക്സാമ്പിൾ ആണ് ഐജീൻ. ഐജീനിന് 3 അല്ലീൽസ് ആണുള്ളത്. ഒരു ജീനിന് 3ഓ അതിലധികമോ അല്ലീൽസ് വരുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയാ. അപ്പൊ എന്താണ് മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറഞ്ഞാൽ when 3 or more alleles of the same gene are present in a population. അതായത് നമ്മൾ എടുത്ത എക്സാമ്പിൾ ഐജീൻ അല്ലേ എടുത്തിരുന്നത്. ഈ ഐജീന് 3 അല്ലീലാണുള്ളത്. IA എന്ന് പറഞ്ഞ അല്ലീലുണ്ട്, IB എന്ന് പറഞ്ഞ അല്ലീലുണ്ട്, ആൻഡ് സ്മോൾ I എന്ന് പറയുന്ന ഒരു അല്ലീലുണ്ട്. എത്ര ടൈപ്പ് അല്ലീലുണ്ട്? 3 അല്ലീല്. ഒരു ജീനിന് അറ്റ്ലീസ്റ്റ് 3 അല്ലീലെങ്കിലും ഒരു പോപ്പുലേഷനിൽ ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയാ. ഓക്കെ, ഇപ്പൊ നോക്ക്, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ആണ് എന്ന് പറഞ്ഞാല് എനിക്ക് എത്ര അല്ലീല ഉണ്ടാവുക? എനിക്ക് 2 അല്ലീലേ ഉണ്ടാവുള്ളൂ. അത് വേണമെങ്കിൽ ചിലപ്പം IB ആവാം, അല്ലെങ്കിൽ I ആവാം. എനിവേ എനിക്ക് എന്ത് അല്ലീലേ ഉണ്ടാവുള്ളൂ? 2 അല്ലീലല്ലേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഞാനൊരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്. ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ ഏതൊരു ജീനിനും 2 കോപ്പിയാണ് ഉണ്ടാവുക. അത് വേണമെങ്കിൽ സെയിം അല്ലീലായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് അല്ലീലായിരിക്കാം. എങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് അല്ലീൽസ് ആണ് എനിക്ക് ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? പിന്നെ എങ്ങനെയാണ് ഞാൻ 3 അല്ലീൽ ഉണ്ട് ഐജീൻ എന്നുള്ളത് മനസ്സിലാക്കിയത്? ഞാൻ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെ പോയി എടുത്താൽ അയാൾക്ക് 2 അല്ലീലല്ലേ ഉണ്ടാവുള്ളൂ. എനിക്ക് 2 അല്ലീലേ ഉള്ളൂ, വേറൊരു ഇൻഡിവിജ്വലിനും 2 അല്ലീലേ ഉള്ളൂ. കാരണം നമ്മൾ എടുക്കുന്ന ആൾക്കാരെല്ലാവരും ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് 3 അല്ലീൽ ഉണ്ട് ഐജീൻ എന്നുള്ളത് മനസ്സിലാക്കിയത്? എന്റെ ഐജീന് ഞാൻ ചെക്ക് ചെയ്യണം, വേറൊരാളുടെ ഐജീന് ഞാൻ ചെക്ക് ചെയ്യണം. ഒരു പോപ്പുലേഷനിലുള്ള ഒരുപാട് പേരുടെ ഐജീന് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും അവിടെ ഒരു പോപ്പുലേഷനിലെ ഐജീന് 3 അല്ലീൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് മൾട്ടിപ്പിൾ അല്ലീൽസ്? when 3 or more alleles of a same gene are present in a population. ഇനി അതൊന്നും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. നമ്മളുടെ ഡ്രോസോഫില മെലനോഗാസ്റ്റർ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷനിൽ നമ്മൾ പഠിക്കും. TH മോർഗൻ ഉപയോഗിച്ച മോഡൽ ഓർഗാനിസം ആണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ഈ ഡ്രോസോഫില മെലനോഗാസ്റ്ററിന്റെ കണ്ണ് ഐ കളർ കൺട്രോൾ ചെയ്യുന്ന ജീനിന്, ഐ കളർ ജീനിന് അറ്റ്ലീസ്റ്റ് 10 അല്ലീൽസ് എങ്കിലും ഉണ്ട്. 10+ അല്ലീൽസ് ഉണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഈ W എന്ന് പറഞ്ഞ അല്ലീലാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഐ കളർ വൈറ്റ് ആയിരിക്കും. WA എന്ന് പറഞ്ഞ അല്ലീലാണെന്നുണ്ടെങ്കിൽ യെല്ലോയിഷ് ഓറഞ്ച് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് അല്ലീൽസ്. നമുക്ക് ഇവിടെ അറ്റ്ലീസ്റ്റ് 10 അല്ലീൽസ് എങ്കിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ അല്ലീൽസ് വരികയാണെന്നുണ്ടെങ്കിലുള്ള ഐ കളർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഡ്രോസോഫിലേനെ നമ്മൾ എടുക്കാന്ന് വിചാരിച്ചോ. ഈ പറയുന്ന ആളെ വൈറ്റ് എന്ന് എടുത്തു. ആ ഇൻഡിവിജ്വലിന്റെ അകത്ത് 2 അല്ലീൽ അല്ലേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ആ ഇൻഡിവിജ്വലിന്റെ അകത്ത് ഏതോ ഒരു ക്രോമസോമില് W എന്ന് പറയുന്ന 2 അല്ലീലുകളായിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? അപ്പൊ ഏതൊരു ഡ്രോസോഫിലേനെ എടുത്താലും അയാൾക്ക് 2 അല്ലീലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഡ്രോസോഫിലേന്റെ ഐ കളർ ജീനിന് 10ലധികം അല്ലീൽ ഉണ്ട് എന്നുള്ളത് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കിയത്? അതിന് നിങ്ങൾ ഒരു പോപ്പുലേഷനിൽ പോയിട്ട് ഒബ്സർവ് ചെയ്യണം. ആ പോപ്പുലേഷനിൽ, ഡ്രോസോഫില മെലനോഗാസ്റ്ററിന്റെ പോപ്പുലേഷനിലെ ഐ കളർ ജീന് നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ പുതിയ അല്ലീലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അല്ലീൽസ് നമുക്കൊരു പോപ്പുലേഷനിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് ഇവിടുത്തെ കീ പോയിന്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ കോഡോമിനൻസിനെ കുറിച്ചും മൾട്ടിപ്പിൾ അല്ലീൽസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ആൻഡ് വീഡിയോസിനെ കുറിച്ചുള്ള സജഷൻസും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.